ഹലോ സർ, നമസ്കാരം. നമസ്കാരം സർ, ഇന്ന് വാർത്ത കണ്ടു. ഇന്ത്യ ലോകശക്തി ആകുന്നതിനെതിരെയാണ് US യുദ്ധം ചെയ്യുന്നത് എന്നാണ്. അതിനെ സംബന്ധിച്ച് സാർ ഇന്നൊരു പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ, റഷ്യ, ചൈന രാജ്യങ്ങൾ ലോകശക്തിയാകുന്നത് തടയാനാണ് അമേരിക്കയുടെ യുദ്ധം എന്നുള്ളതാണ് ഇറാന്റെ പ്രധാനപ്പെട്ട ഒരു വാദം. മറ്റൊന്ന്, ഈ ലോകത്തിന്റെ അധികാരം ഈ രാജ്യങ്ങളിലേക്ക് മാറുന്നത് തടയുക. ഇന്ത്യയെ പങ്കാളിയായി കാണാൻ US ആഗ്രഹിക്കുന്നില്ല. ഇത് ഇറാന്റെ അവസാനത്തെ അടവ് എന്നോണം പറയുന്നതാണോ, അതോ ഇത് സത്യമാണോ? അത് ഇറാന്റെ അടവല്ല, അതൊരു സത്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അനേകം വർഷങ്ങളായിട്ട് പല പാശ്ചാത്യ ശക്തികൾ ഇന്ത്യക്കെതിരെയാണ് നിലകൊണ്ടിരിക്കുന്നത്. അവര് ഇന്ത്യക്കും റഷ്യക്കും ചൈനയ്ക്കും എതിരെ നിന്ന് നിലനിന്നിട്ടുണ്ട്. അതായത് ഇതിൽ റഷ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ യൂറോപ്പ് എന്നൊക്കെ പറയാവുന്ന ഒന്നാണെങ്കിലും സാമ്പത്തിക രംഗത്ത് US ഡീപ് സ്റ്റേറ്റിന് താല്പര്യമില്ലാത്ത ഒരു സമൂഹമാണ് റഷ്യക്കാർ. അപ്പം റഷ്യയോട് ഏഷ്യൻ രാജ്യങ്ങൾക്ക് പലതിനുണ്ട് അനുഭാവം. അത് US സംബന്ധിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ച്, ഡീപ് സ്റ്റേറ്റിനെ സംബന്ധിച്ച് പ്രശ്നമാണ്. ഇറാൻ ഈ ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഡീപ് സ്റ്റേറ്റ് പ്രശ്നമാണ്. നമ്മളിപ്പോൾ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സമൂഹമുണ്ട്. ഇതെന്താണ് എന്ന് ചോദിച്ചാൽ, ഇതിനെ പ്രാഥമികമായിട്ടൊരു മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് വിളിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അവിടെ US മിലിറ്ററി ഉണ്ട്, മിലിറ്ററി ആയിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രി ഉണ്ട്. ഇത് രണ്ടും ചേർന്നിട്ട് ഈ ലോകത്തെ യുദ്ധം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഡീപ് സ്റ്റേറ്റിന്റെ ആൾക്കാരുടെ, പ്രത്യേകിച്ച് ജൂതന്മാരുടെ ആയുധ കമ്പനികൾക്ക് ആയുധ വിപണനം നടത്താനുള്ള വഴിയൊരുക്കും. അവർ ബാക്കി ലോകത്തെല്ലാവർക്കും കച്ചവടം നടക്കണമെങ്കിൽ ലോകത്ത് സമാധാനം വേണം. ഒരു നാട്ടിൽ അരക്ഷിതാവസ്ഥ ഇല്ലാണ്ട് സമാധാനം ഉണ്ടായാലേ കച്ചവടം നടക്കൂ. പക്ഷെ ഈ കൂട്ടർക്ക് സമാധാനം ഇല്ലാണ്ടാകുമ്പോഴാണ് കച്ചവടം നടക്കുന്നത്. അതായത് യുദ്ധങ്ങളിൽ കൂടി ലാഭം ഉണ്ടാക്കുന്ന ഒരു കൂട്ടർ. ഇതിന് കൂടെ ലോകത്ത് ഇപ്പൊ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഈ സമയത്ത് ലോകത്ത് കുറച്ച് ചർച്ചയാവുന്നുണ്ട്. പക്ഷെ അധികം ചർച്ചയാവാത്ത ഒന്ന് എന്ന് പറയുന്നത് റിലീജിയൻ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് പറയുന്ന മറ്റൊരു സാധനമാണ്. ഇത് പ്രധാനമായിട്ടും അമേരിക്കയിലെ ഇവാഞ്ചലിസ്റ്റ് പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ അമേരിക്കൻ പൊളിറ്റിക്സ്, അമേരിക്കൻ മിലിറ്ററി, ഇത് മൂന്നും തമ്മിലുള്ള ബന്ധമാണ്. ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനെയും റിലീജിയൻ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനെയും ഇതിന് രണ്ടും തമ്മിൽ ചേർക്കുന്നത് പെന്റഗൺ ആണ്. ഇതിന്റെ എല്ലാ പ്രതിനിധികൾ അവിടെ ഉണ്ട്. ഇത്തരം ഈ പെന്റഗണിൽ ഇങ്ങനെ ഓരോ കൂട്ടരുടെയും പ്രതിനിധികളുണ്ട്. ഇവർക്കെല്ലാം ലോബിയിങ് ഉണ്ട്. അമേരിക്കൻ കോൺഗ്രസിൽ ഇത്തരം ആൾക്കാർക്ക് ലോബി ചെയ്യാൻ പറ്റുന്നുണ്ട്. ലോബിയിങ് എന്ന് പറഞ്ഞാൽ അവരെ സ്വാധീനിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇക്കൂട്ടര് പല പല വ്യാജ റിപ്പോർട്ടുകൾ ഉണ്ടാക്കും. ചില അടിസ്ഥാന സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും യുദ്ധ ബിസിനസിന്റെ മുതലാളിമാരും അതുപോലെ തന്നെ പാശ്ചാത്യ ബാങ്കേഴ്സുമാണ്. ഈ രണ്ട് കൂട്ടർക്കും താല്പര്യമില്ലാത്ത സമൂഹം പ്രാചീന സംസ്കാരങ്ങൾ ഏതൊക്കെ രാജ്യത്തുണ്ടോ ആ രാജ്യങ്ങളെ ഇഷ്ടമല്ല. ഇന്ത്യ ഇഷ്ടമല്ല. കാരണം ഇന്ത്യക്കൊരു പ്രാചീന സംസ്കാരമുണ്ട്. നമ്മളതിനെ ഹിന്ദു സംസ്കാരം എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരം എന്ന് വിളിക്കും. രണ്ടും ഒന്ന് തന്നെയാണ്. അതിനകത്ത് പല പല മതങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഇവിടെയുള്ള മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും പോലും ഹിന്ദു സംസ്കാരമുണ്ട്. അവരതിന്റെ അംശങ്ങൾ സ്വാംശീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൊതുവിൽ നമ്മളതിനെ ഭാരതീയ സംസ്കാരം എന്ന് വിളിക്കാറുണ്ട്. ഇത്തരം സംസ്കാരത്തെ ഈ കൂട്ടർക്ക് ഇഷ്ടമല്ല. ചൈന വളരെയധികം സാംസ്കാരിക അടിത്തറയുള്ള രാജ്യമാണ്. പ്രത്യേകിച്ച് ചൈനയിൽ പോകുന്ന എല്ലാവർക്കും ബോധ്യപ്പെട്ടുള്ളതാണ്. ചൈനയെ സംബന്ധിച്ച് ന്യൂസുകളോ വീഡിയോകളോ ഒക്കെ നോക്കിയാൽ പോലും നമുക്ക് കാണാം അവരുടെ സാംസ്കാരിക പ്രത്യേകത. ചൈനീസ് ഗവൺമെന്റ് പോലും ഒരു പരിധിക്കുള്ള സംസ്കാരത്തെ തകർത്തിട്ടില്ല. എന്നാൽ റഷ്യ എന്ന് പറയുന്നത് കമ്മ്യൂണിസം കാരണം മൊത്തത്തിൽ പ്രാചീനമായിട്ടുള്ള കുറെ സംസ്കാരത്തിന്റെ പലതും നഷ്ടപ്പെട്ട രാജ്യമാണ്. എങ്കിലും റഷ്യ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യവും ചൈന എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യവും തമ്മിൽ ഒരു അഭേദ്യ ബന്ധമുണ്ട്. ഇന്ത്യ ആണെങ്കിൽ പലപ്പോഴും ഈ റഷ്യൻ ചേരി പോയി നിൽക്കുകയാണ്. അപ്പോൾ അമേരിക്കൻ മുതലാളിത്തം എന്ന് കമ്മ്യൂണിസ്റ്റുകൾ വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഡീപ് സ്റ്റേറ്റിന്റെ ഇൻഡസ്ട്രിയൽ താല്പര്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഒന്നിനെതിരെയാണ് പൊതുവിൽ റഷ്യയും ചൈനയും ഇന്ത്യയും നിൽക്കുന്നത്. അതിൽ രാഷ്ട്രീയമായിട്ടാണ് ചൈനയും റഷ്യയും അവർക്കെതിരെ നിൽക്കുന്നതെങ്കിൽ ഇന്ത്യ രാഷ്ട്രീയമായിട്ട് മാത്രമല്ല സാംസ്കാരികമായിട്ടും കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കോംപ്ലക്സുകൾ, ഈ പറഞ്ഞ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സും അതുപോലെ തന്നെ റിലീജിയൻ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സും, ഇവരുടെ കച്ചവടം, സാമ്രാജ്യത്വം തുടങ്ങിയതിനെയൊക്കെ പല രീതിയിൽ പലയിടത്തേക്കും വ്യാപിപ്പിക്കും. ചിലയിടത്ത് യുദ്ധങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് വ്യാപിപ്പിക്കുന്നതെങ്കിൽ വേറെ ചിലയിടത്ത് മതപരിവർത്തനം വഴിയായിരിക്കും. ഇതിന് രണ്ടിനും വേണ്ടി ഈ പറഞ്ഞ കോംപ്ലക്സുകളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന വലിയ കമ്പനികൾ CSR ഫണ്ടുകൾ കൊടുക്കും. അതുവഴി മതപരിവർത്തനം നടത്തും. ഇത് പറ്റാത്ത സ്ഥലത്ത് എന്ത് ചെയ്യും? അവർ ഭീകരവാദത്തെ വളർത്തും. ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന ഒരു വശത്ത് ഇവാഞ്ചലിസം, അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് വരുന്ന ഇവരുടെ കൂട്ടത്തിൽ നിന്ന്. മറുവശത്ത് മാവോയിസ്റ്റ് ഭീകരവാദം, അതിന്റെ ഫണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് വരുന്നത്.
ഇവാഞ്ചലിസ്റ്റുകൾക്ക് പലയിടത്തും പ്രവർത്തിക്കാൻ വേണ്ടി തണലൊരുക്കുന്നത് ഇതേ മാവോയിസ്റ്റ് ഗ്രൂപ്പുകളാണ്. മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾ ഇന്ത്യൻ പട്ടാളത്തെ ആക്രമിക്കും, ഇന്ത്യയിലെ പോലീസ് സംവിധാനങ്ങളെ ആക്രമിക്കും, ഹിന്ദുക്കളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ ആക്രമിക്കും, ഹിന്ദു മിഷണറിമാരെ ആക്രമിക്കും. പക്ഷെ അവർ ഇവാഞ്ചലിസ്റ്റുകൾക്ക് കുടയൊരുക്കും. ഇതൊരു പ്രത്യേക സംബന്ധിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാ ഫണ്ടിങ് ഒരു ഭാഗത്തുനിന്നാണ്. അൾട്ടിമേറ്റ്ലി ഇതിന്റെ എല്ലാം പുറകിൽ ആര് നിൽക്കും എന്ന് ചോദിച്ചാൽ ഞാനീ പറഞ്ഞ 2 കോംപ്ലക്സുകൾ, ആ കോംപ്ലക്സുകൾക്ക് പുറകിലുള്ള രാജ്യങ്ങൾ 2 അതിലൊന്ന് അമേരിക്കയാണ്, മറ്റൊന്ന് ഇസ്രായേലാണ്. കാരണം ജൂതന്മാരാണ് ഇസ്രായേലിൽ പ്രധാനമായിട്ടുള്ളത്. ജൂത ബിസിനസ്സുകാർ സൃഷ്ടിച്ച രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജൂതന്മാരുടെ ബിസിനസ് താല്പര്യങ്ങളാണ് ഇസ്രായേലിന് പരമപ്രധാനം. അവർ ഇന്ത്യയായിട്ട് ചിരിച്ച് നല്ല ടൈംസിൽ ഒരിടത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യക്കെതിരെയുള്ള അനേകം പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് വരുന്നുണ്ട്. ചോദിച്ചോട്ടെ, US ആയിട്ട് നമുക്ക് താരിഫ് സംബന്ധിച്ച വിഷയങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ US നമുക്ക് മുമ്പിലേക്ക്, അതായത് നമ്മൾ പറയുന്നിടത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഈ വിഷയം നിലനിൽക്കുമ്പോഴാണ് പ്രതിരോധ കരാറാണെങ്കിലും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഇസ്രയേലുമായിട്ടുമാണെങ്കിലും നമുക്കുള്ളത് ഇത്തരത്തിലുള്ള ഒരു വല്ലാത്തൊരു വളരെ വ്യക്തമായ ഒരു വ്യാപാര ഉടമ്പടി ഇന്ത്യ ഇസ്രായേലുമായിട്ടോ അമേരിക്കയായിട്ടോ ഒപ്പുവെച്ചിട്ടില്ല. ഡ്രാഫ്റ്റ് മാത്രമാണ് അമേരിക്കയായിട്ട് ഉണ്ടായിരിക്കുന്നത്. ഒപ്പുവെക്കാൻ പോകുന്നേ ഉള്ളൂ. അതാണ് ഇതുവരെ വന്നിരിക്കുന്ന വാർത്തകൾ. ഒപ്പുവെച്ചിട്ടില്ല, ഇപ്പോഴും ഡീൽ ഒപ്പുവെച്ചിട്ടില്ല. യൂറോപ്യൻ യൂണിയനായിട്ട് നമ്മൾ ഡീൽ ഒപ്പുവെച്ചു കഴിഞ്ഞു, UAE ആയിട്ട് ഒപ്പുവെച്ചു, റഷ്യയായിട്ട് ഒപ്പുവെച്ചു, UK ആയിട്ട് ഒപ്പുവെച്ചു. പക്ഷെ അമേരിക്കയായിട്ട് ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല. ചർച്ചകൾ നടക്കുകയാണെന്ന് മാത്രമല്ല, ഇപ്പൊ ആ ചർച്ചകൾ സ്തംഭിച്ച മട്ടാണ്. അങ്ങനെ ഒരു കാരണമുണ്ട്. അപ്പം ഈ ചർച്ചയിൽ അമേരിക്കയ്ക്ക് മുട്ടുമുടക്കേണ്ടി വന്നു. അത് ട്രംപിനറിയാം മുട്ടുമുടക്കേണ്ടി വന്നു. അല്ല, ട്രംപ് മുട്ടുമുടക്കേണ്ടി വന്നു. ആ ഈഗോ ഉണ്ട് ഇന്ത്യയുടെ നേരെ, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല, അത് കൃത്യമായിട്ടുണ്ട്. പക്ഷെ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയായിട്ട് ഡീൽ ഒപ്പുവെച്ചതോടുകൂടി ട്രംപിന് വേറെ വഴിയില്ലാണ്ടായി. ഇന്ത്യയായിട്ട് ഒരു വെടിനിർത്തൽ ആവശ്യമായി. അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് അമേരിക്കയില് ട്രംപിന് എതിരായിട്ട് US സുപ്രീം കോടതിയിൽ വിധി വന്നേക്കുന്നത്. അതോടുകൂടി ട്രംപിന്റെ ഈഗോ വല്ലാണ്ട് തളച്ചു. പെട്ടെന്ന് ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള പ്രധാന കാരണം അതായിരിക്കും. പക്ഷേ അവിടെ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റീസൺ നിപ്പുണ്ട്. ട്രംപ് അതിലേക്ക് എടുത്ത് ചാടൂലായിരുന്നു. എന്നാൽ ട്രംപിന് മുമ്പുള്ള ബൈഡൻ വളരെ കൃത്യമായിട്ട് അത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയുടെ തൊട്ടപ്പുറത്ത് പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഉണ്ട്. ഈ പാകിസ്ഥാന്റെ അപ്പുറത്ത് ആരാണ്? അവിടെയാണ് ഇറാനുള്ളത്. ഇറാന്റെ അപ്പുറത്ത് സിറിയ ഉണ്ട്, ലെബനനുണ്ട്. ഈ സിറിയയില് ബഷർ അൽ അസദ് എന്ന് പറയുന്ന റഷ്യൻ അനുകൂലിയായിട്ടുള്ള നേതാവാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ലെബനിലുള്ളത് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു ഭീകരവാദ സംഘടന. ഒരു ഭീകരവാദമാണെങ്കിലും ഇന്ത്യക്കെതിരെ അവർ നിലപാടൊന്നും എടുക്കാറില്ല. അവർ പ്രധാനമായിട്ടും മിഡിൽ ഈസ്റ്റില്, അതുപോലെ തന്നെ ഇസ്രായേലില്, സൗദിക്കൊക്കെ എതിരായിട്ടുള്ള നിലപാടുകളാണ് പലപ്പോഴും എടുക്കാറുള്ളത്. ഇറാനും സൗദിയും തമ്മിൽ ഷിയ സുന്നി പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ സൗദിയുടെ ഒപ്പമാണ് US നയിക്കുന്നത്. അപ്പം മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളെയും ഇതൊരു ഷിയ രാജ്യമാണ് എന്നുകൊണ്ട് നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ നിൽക്കാം, അതുകൊണ്ട് അവരെ എതിർക്കാം, ഇനി അവർക്ക് ആണവായുധം വന്നാലും നിങ്ങൾക്ക് സുന്നി രാജ്യങ്ങൾക്ക് പ്രശ്നമാണ് എന്നൊരു പൊതുബോധം അമേരിക്ക നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ സുന്നി രാജ്യമായിട്ടുള്ള പാകിസ്ഥാന്റെ കയ്യിൽ, ഇറാനേക്കാൾ ഡേഞ്ചറാണ് പാകിസ്ഥാൻ, അവരുടെ കയ്യിൽ ആണവായുധമുണ്ട്. അത് അമേരിക്കയ്ക്ക് പ്രശ്നമല്ല. അമേരിക്കയുടെ പ്രശ്നം ഇന്ത്യയുടെ കയ്യിലും ഇറാന്റെ കയ്യിലും ആണവായുധമുള്ളതാണ്. ഇത് രണ്ടും പ്രശ്നമാണ്. ഇന്ത്യക്കെതിരെ പണ്ടേ ഉപരോധം വന്നിട്ടുണ്ട്. ആണവായുധം ഇന്ത്യ ഉണ്ടെന്ന് നമ്മൾ പരീക്ഷണം നടത്തുന്ന സമയത്ത് നമുക്കെതിരെ ഉപരോധം വന്നിട്ടുണ്ടെങ്കിലും ഇതേപോലെ പരീക്ഷണം നടത്തിയ പാകിസ്ഥാനെതിരെ ഉപരോധം വന്നിട്ടില്ല. മാത്രമല്ല പാകിസ്ഥാനെ ഒപ്പം നിർത്തുന്നു, കൂടുതൽ നിർത്തുന്നു, F-16 പോലുള്ള വിമാനങ്ങൾ കൊടുക്കുന്നു, ആയുധങ്ങൾ കൊടുക്കുന്നു. അതെല്ലാം ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാനാണ്. അപ്പം അമേരിക്കയുടെ ഈ ഒരു ആണവ നയം എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ്, തട്ടിപ്പാണ്. ചില പ്രത്യേക ആൾക്കാർക്കെതിരെ മാത്രമാണ്. ആ രാജ്യങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാൻ പൂർണ്ണമായിട്ടും അതൊരു സുന്നി രാജ്യമാണ്. അത് മിഡിൽ ഈസ്റ്റിനൊപ്പം കഴിയുന്നത് നിൽക്കുന്നതുമാണ്, US പേറോളിൽ പോകുന്നതാണ്. എന്നാൽ ഇറാൻ വളരെ ഇൻഡിപെൻഡന്റ് ആണ്. അമേരിക്കയുടെ ആജ്ഞാനുവർത്തിയാവാൻ ഇറാൻ ആഗ്രഹിക്കുന്നേയില്ല. ഇന്ത്യയുടെ നിലപാട് അങ്ങനെ തന്നെയാണ്. നമുക്കുള്ളത് സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ്. നമ്മൾ ആവശ്യമുള്ള സമയത്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ബന്ധങ്ങളുണ്ട്. നമ്മളവരുടെ ചീത്തക്കാര്യങ്ങൾ അനുകൂലിക്കാൻ നിൽക്കില്ല. അതേസമയം പാകിസ്ഥാന് പറ്റത്തില്ല. അമേരിക്ക എന്ത് നിലപാടെടുക്കണോ അതിനെ അനുകൂലിച്ചേ പറ്റുള്ളൂ. ഇനി പാകിസ്ഥാനകത്ത് അമേരിക്ക ബോംബിട്ടാലും അതിനെ പാകിസ്ഥാൻ അനുകൂലിച്ചേ പറ്റുള്ളൂ. അത്രയും വലിയ അടിമത്തത്തിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ തലയെടുപ്പുണ്ട്. ഇന്ത്യക്ക് ഇന്ത്യയുടെ വിഭവങ്ങളുണ്ട്. ഇന്ത്യക്ക് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വളരാനുള്ള എല്ലാ അവസ്ഥകളും ഉണ്ട്. നമുക്ക് വലിയ ജനസംഖ്യയുണ്ട്, നമുക്ക് വിഭവങ്ങളുണ്ട്, നമുക്ക് കരയിലെ വിഭവങ്ങളുണ്ട്, സമുദ്ര വിഭവങ്ങളുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചാൽ ഇന്ത്യക്ക് ലോകത്ത് മറ്റേത് രാജ്യത്തേക്ക് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അത് വരുന്നത് അവർക്ക് ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ചാൽ ഈ റിലീജിയൻ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് പറയുന്ന സാധനത്തിന് ഇന്ത്യയെ മതപരിവർത്തനം ചെയ്യാനാണ് താല്പര്യം. സാമ്പത്തികമായിട്ട് വളർന്ന ഇന്ത്യയെ മതപരിവർത്തനം ചെയ്യാൻ പറ്റില്ല.
പാവപ്പെട്ട രാജ്യമായിട്ടിരുന്നാൽ മാത്രമേ, തകർന്നിരുന്നാൽ മാത്രമേ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രമേ, വിഭജിക്കപ്പെട്ട തമ്മിലടിക്കുന്ന ഇന്ത്യയുടെ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ, മതപരിവർത്തനത്തിന്റെ ഒരു പ്രധാന ടൂൾ എന്ന് പറയുന്നത് പട്ടിണി കിടക്കുന്നതിന് റൊട്ടിയും പാലും ഒക്കെ കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണല്ലോ. അവന്റെ കയ്യിൽ ആവശ്യത്തിന് സ്വത്തുണ്ടെങ്കിൽ അവൻ ആരാണ് ഈ മിഷണറിയെ തിരിഞ്ഞു നോക്കുന്നത്? ഒന്നുമില്ല. അപ്പൊ ഇവിടെ പട്ടിണി വേണം, ഇവിടെ പ്രശ്നങ്ങൾ വേണം, രാഷ്ട്രീയ അസ്ഥിരത വേണം. അങ്ങനെ തകർന്നു കിടന്നാൽ മാത്രമേ മതപരിവർത്തനം ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ഇവിടുത്തെ സംസ്കാരത്തെ നശിപ്പിക്കാൻ പറ്റുള്ളൂ. പണ്ട് തന്നെ ഡീപ് സ്റ്റേറ്റിന്റെ പുറകെയുള്ള ആൾക്കാർക്ക് സംസ്കാരത്തോട് താല്പര്യമില്ല. ശക്തമായ സംസ്കാരം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ വിലപ്പോവില്ല എന്നൊരു സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ സർ, അപ്പൊ ഞാൻ ചോദിക്കും, ഒരു സംശയം എന്നിട്ട് പറയുന്നത്, ഈ യുദ്ധം അടുത്തത് ഇന്ത്യയോടായിരിക്കും, ഇന്ത്യ ലോകശക്തി ആകരുത് എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ സാറ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു ഡയറക്റ്റ് ഏറ്റുമുട്ടലിനേക്കാൾ കൂടുതൽ അമേരിക്ക ഇന്ത്യയോട് എടുക്കാൻ സാധ്യതയുള്ളത് ഈ പറയുന്ന ഇവാഞ്ചലിസ്റ്റിക് രീതിയിലുള്ള കാര്യങ്ങളും അങ്ങനെ ഇന്ത്യക്കുള്ളിൽ ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കില്ലേ? ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും അമേരിക്കയിലെ ചില ഡിപ്പാർട്ട്മെന്റുകൾ ഒരു റിപ്പോർട്ട് ഇറക്കാറുണ്ട് ആഗോള തലത്തിൽ പല രാജ്യങ്ങളുള്ള മതസ്വാതന്ത്ര്യത്തെ പറ്റി. അവരുണ്ട് ഇന്ത്യ മതസ്വാതന്ത്ര്യമല്ല, മതപരമായ അടിച്ചമർത്തൽ നടക്കുന്നു, ഇന്ത്യ മതപ്രശ്നങ്ങളാണെന്ന്. അത് നോക്കിയാൽ വാസ്തവമല്ല. പക്ഷേ ഈ സംഭവം എന്താ, പലയിടത്തും മിഷണറിമാർക്ക് അവരുടെ താല്പര്യം പോലെ മതവിരുദ്ധം ചെയ്യാൻ പറ്റുണ്ടാവില്ല. ഇനി ചെയ്യാൻ പറ്റിയ കാര്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മുകളിൽ പ്രഷർ ഇടുക. ഇവിടെ നിർബന്ധിത മതപരിവർത്തനത്തിന് നിയമമുണ്ട്. ആ നിയമം ഉപയോഗിക്കുന്നതിനെ തടുക്കാൻ വേണ്ടിയിട്ടാണ് അവര് ഇത്തരം റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. അത് ഒരർത്ഥത്തിൽ ഇത്തരം നിലവിലുള്ള നിയമങ്ങൾ പ്രയോഗിക്കാതിരിക്കാനാണെങ്കിൽ വേറൊരർത്ഥത്തിൽ നാളെ നമുക്കെതിരെ ഉപയോഗിക്കാനുള്ള ആയുധങ്ങളും കൂടിയാണ്. കാരണം എന്താ, ഇന്ത്യയിൽ മതധ്വംസനം നടക്കുന്നു, നാളെ ഇന്ത്യക്കെതിരെ ആക്ഷൻ എടുക്കാൻ, ഉപരോധം ഇടാൻ ഒക്കെ അതൊരു കാരണമായിട്ട് മാറും. എന്നാൽ ഇവിടെ എന്ത് മതധ്വംസനമുള്ളത്? ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഭൂരിപക്ഷ മതങ്ങളെക്കാൾ കൂടുതൽ ഇവിടെ അവകാശം ന്യൂനപക്ഷ മതങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു നാടാണ് ഇന്ത്യ. ഭൂരിപക്ഷ മതക്കാർ ഇവിടെ കൺവേർട്ട് ചെയ്യാൻ പോകാറില്ല. ന്യൂനപക്ഷ മതക്കാരെ എത്ര വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാറുണ്ട്. അതിനാരും തടുക്കാറുമില്ല. പിന്നെ നിർബന്ധിതം എന്ന് പറയുമ്പോൾ അതിനെതിരെ നിയമമുള്ളതുകൊണ്ട് നിയമബോധമുള്ള ചില ആൾക്കാർ ഇതിനെ ചോദിക്കും. അത് ഒഴിച്ചാൽ ഇവിടെ നിർബാധം മതവിവർത്തനം നടക്കുന്നുണ്ട്. ഇന്ത്യയെ പോലെ ഇത്രയും മതവിവർത്തനം നടക്കുന്ന സ്ഥലം അറിയില്ല. പക്ഷെ എന്നിട്ട് പോലും ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യമില്ല എന്ന് വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ്. ഈ വ്യാജ റിപ്പോർട്ടുകൾ ഒന്നുകിൽ അത് രാസായുധത്തെ പറ്റിയായിരിക്കും, അല്ലെങ്കിൽ ആണവായുധത്തെ പറ്റിയായിരിക്കും, അല്ലെങ്കിൽ രാജ്യത്തിന്റെ സൈന്യശേഷിയെ പറ്റിയായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു രോഗങ്ങളെ സംബന്ധിച്ചായിരിക്കും, അതല്ലെങ്കിൽ മതസ്വാതന്ത്ര്യത്തെ പറ്റിയായിരിക്കും. ഇങ്ങനെ നൂറുകണക്കിന് തരത്തിലുള്ള കാരണങ്ങൾ ഓരോ രാജ്യത്തിനെതിരെ അമേരിക്ക കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. ഇത് ആവശ്യമുള്ള സമയത്ത് അവർ പ്രയോഗിക്കും. ഇപ്പം സദ്ദാം ഹുസൈനെതിരെ രാസായുധം ലോകത്തെ മുഴുവൻ ഒന്ന് വിശ്വസിപ്പിച്ചു. സദ്ദാമിന്റെ കയ്യിൽ അതീവ വിനാശകാരിയായ രാസായുധമുണ്ട് എന്നായിരുന്നു പറഞ്ഞത്. അവസാനം എല്ലാം കഴിഞ്ഞ് ഇറാഖ് മുഴുവൻ അരിച്ചു ഉറക്കിയിട്ടും അവർക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പം അത് നുണയായിരുന്നു, തട്ടിപ്പായിരുന്നു. സദ്ദാമിനെ അവർക്ക് ഇറക്കണമായിരുന്നു. മഡ്രോയുടെ കാര്യത്തില് മഡ്രോയെ പിടിച്ചോണ്ട് പോയി എന്തിനാണ്? മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് കടന്നു എന്ന് പറയുന്നത്. ഏട്ടാ, അമേരിക്ക മയക്കുമരുന്ന് ഉപയോഗം കുറഞ്ഞിട്ടുണ്ടോ? മയക്കുമരുന്ന് കള്ളക്കടത്ത് കുറഞ്ഞിട്ടുണ്ടോ? ഒന്നും സംഭവിക്കുന്നില്ല. അയാളെ പിടിച്ച് ജയിലിലിട്ടു. എന്നിട്ടോ അവിടുത്തെ എണ്ണ സമ്പത്ത് അമേരിക്കയിൽ കൊള്ളയടിക്കണം. ഇതിനു വേണ്ടി മാത്രമാണ്. അപ്പം അമേരിക്ക പറയുന്നതൊക്കെ അത് സ്വന്തം നിലയ്ക്ക് എണ്ണക്കച്ചവടം നടത്തിയ രാജ്യങ്ങളാണ് റഷ്യയും ഇറാനും വെനിസ്വേലയും. വെനിസ്വേലയെ കീഴടക്കി. അതോടുകൂടി ആ എണ്ണ സമ്പത്ത് ഡയറക്റ്റ്ലി അമേരിക്കയുടെ കയ്യിലായി. അടുത്തത് ഇറാൻ. അത് കഴിഞ്ഞാൽ റഷ്യ കൊടുക്കാൻ നോക്കും. അതേസമയം തന്നെ പാരലായിട്ട് അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യാതെ ലോകശക്തിയായിട്ട് ഉയരാൻ നോക്കുന്ന ഇന്ത്യ. ആ ഇന്ത്യയുടെയും അത് ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന റഷ്യയുടെയും കൂടാതെ ചൈനയുടെയും തണലിലാണ് ഈ ഇറാൻ ഉള്ളതെന്ന് ഓർക്കണം. ഈ 3 രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇറാൻ മുന്നോട്ട് പോകണം. പിന്നെ ജപ്പാൻ, കൊറിയ പോലുള്ള രാജ്യങ്ങളും ഉണ്ട്. ഇങ്ങനെ പ്രധാനമായിട്ട് 5 രാജ്യങ്ങൾ, അതായത് റഷ്യ, ചൈന, ഇന്ത്യ, സൗത്ത് കൊറിയ, ജപ്പാൻ. ഈ രാജ്യങ്ങളാണ് പ്രധാനമായിട്ട് ഇറാന്റെ എണ്ണ എടുക്കുന്നത്. അപ്പം ഈ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇറാന് നിലനിൽക്കാം. അതുകൊണ്ട് തന്നെ ഇറാനെ തകർക്കുന്നു. കാരണം അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇറാനിലെ എണ്ണ അമേരിക്കയിൽ വിൽക്കാൻ പറ്റുന്നില്ല. ഇത് സാമ്പത്തിക താല്പര്യമാണ്. മറുവശത്ത് അതിശക്തമായ സാംസ്കാരിക പാരമ്പര്യമുള്ള രാജ്യമാണ് ഇറാൻ. ഇറാൻ എന്നുള്ളതിന്റെ അർത്ഥം തന്നെ ആര്യൻ എന്നാണ്. ആര്യൻ എന്ന പദം എയ്റൻ എന്നായി, എയ്റൻ ഇറാനായി. ഇതാണ് ആര്യന്മാരുടെ രാഷ്ട്രം എന്ന അർത്ഥത്തിൽ ആര്യ സംസ്കാരത്തെക്കുറിച്ച്, അതായത് ഇസ്ലാം അവിടെ വരുന്നതിന് മുമ്പുള്ള പാഴ്സ്യ സംസ്കാരത്തെക്കുറിച്ച് അഭിമാനത്തോടുകൂടി ആലോചിക്കുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ സമൂഹത്തെ നാളെ അമേരിക്ക ആഗ്രഹിക്കുന്ന ഭരണം അവിടെ വന്നാൽ പോലും ചിലപ്പോൾ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഇന്നുള്ള മതഭരണകൂടത്തെ തകർക്കണം. എന്നാൽ മതഭരണകൂടങ്ങൾ എവിടെയൊക്കെ ഉണ്ട്? മിഡിൽ ഈസ്റ്റ് എല്ലാം ഉള്ളത് മതഭരണകൂടങ്ങളാണ്. അവരെ ഒന്നും തകർക്കേണ്ട ആവശ്യമില്ല. പകരം ഇറാനെ തകർക്കണം. കാരണം ഒന്ന്, ഇറാൻ അമേരിക്കയെ സാമ്പത്തികമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറാന്റെ പെട്രോളിയം അമേരിക്ക ഒന്നും എടുക്കാൻ പറ്റും.
രണ്ട്, ഇറാന് ശക്തമായ സാംസ്കാരിക അടിത്തറയുണ്ട്. അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഇറാനിയൻ ജനതയെ നാളെ റിലീജിയൻ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇതേ വിഷയം തന്നെയാണ് ഇന്ത്യയായിട്ട്. ഇന്ത്യയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ശക്തി എന്ന് പറഞ്ഞാൽ ഒരു വലതുപക്ഷ രാഷ്ട്രീയ ശക്തിയാണ്. നരേന്ദ്രമോദി അതിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പം അമേരിക്ക ഒട്ടും തന്നെ ഇഷ്ടമല്ല. പക്ഷേ ഇന്ത്യ ഗവൺമെന്റിന്റെയും മോഡിയുടെയും ഡിപ്ലോമസി കാരണം നേരെ എതിർക്കാൻ പറ്റുന്നില്ല. ഇന്ത്യ വളരെ ഉയർന്നു വരുന്ന സാമ്പത്തിക ശക്തിയാണ്. അതുകൊണ്ട് തന്നെ എതിർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇന്ത്യ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി. പിന്നെ യൂറോപ്യൻ യൂണിയനിലുള്ള അനേകം രാജ്യങ്ങൾ ഇന്ത്യയായിട്ട് ഏറ്റവും നല്ല ബന്ധത്തിൽ പോകുന്നു. ഇന്ത്യക്ക് ഒപ്പം നിൽക്കാൻ അനേകം രാജ്യങ്ങളുണ്ട്. ഇതുകൊണ്ട് നേരിട്ട് എതിർക്കുക, നേരിട്ട് യുദ്ധം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സാധിക്കാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിൽ ലോകം മുഴുവൻ കണ്ടതാണ് ഇന്ത്യ എങ്ങനെയാണ് യുദ്ധം കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ തന്നെ മിഡിൽ ഈസ്റ്റ് മുഴുവൻ ആക്രമണം നടക്കാം. മാത്രമല്ല, അമേരിക്കയുടെ കയ്യിലെ ഇന്റർസെപ്റ്റർ സ്റ്റോക്ക് പൈൽ എപ്പോൾ തീരുന്നു, അത് കഴിഞ്ഞാൽ ഇറാൻ ശക്തിയായിട്ട് തിരിച്ചടിച്ചു. ഈ യാഥാർത്ഥ്യം അമേരിക്ക മനസ്സിലാക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഇറാനേക്കാളും എത്രയോ മടങ്ങ് ശക്തിയുള്ള രാജ്യമായിട്ടുള്ള ഇന്ത്യയോട് യുദ്ധം എന്ന്, നേരിട്ടുള്ള സൈനിക യുദ്ധം എന്ന് പറയുന്നത് ഒരുപക്ഷെ സംഭവിക്കില്ല. പക്ഷേ ഇന്ത്യയെ തകർക്കാനുള്ള എല്ലാ വഴി അവർ നോക്കും. എന്നൊരു യുദ്ധം ഇറക്കേണ്ടി വരുമോ അന്ന് യുദ്ധം ഇറക്കും. പക്ഷെ അതിനു മുമ്പ് സാമ്പത്തികമായിട്ടും മറ്റു തരത്തിലുള്ള പല പല ഉപരോധങ്ങളായിരിക്കും. അതിന്റെ തന്നെ ഭാഗമായിരുന്നു താരിഫ് വാർ. താരിഫ് വാറിന് ഒറ്റ കാരണം ഉണ്ടായുള്ളൂ, അത് ഓപ്പറേഷൻ സിന്ദൂറാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് താരിഫ് യുദ്ധം ഉണ്ടായെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന മറ്റു പല രാജ്യങ്ങളുടെ മുകളിൽ ഇല്ലാത്ത താരിഫ് ഇന്ത്യയുടെ മുകളിൽ അടിച്ചു. കാരണം എന്താ? കാരണം ഇന്ത്യ വലിയൊരു സൈനിക ശക്തിയായിട്ട് മാറുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സൈനിക ശക്തി ആവൽ മാത്രമല്ല, ഇന്ത്യക്ക് ആയുധങ്ങൾ ലോകം മുഴുവൻ വിൽക്കാനുള്ള ഒരു പരസ്യവും കൂടിയായിട്ട് മാറുകയാണ്. അമേരിക്കയുടെ ആയുധക്കമ്പോളത്തിന് ഇടിവ് വരും, ഇന്ത്യയുടെ ആയുധക്കമ്പോളം ഉയരുന്നു. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നിൽപ്പുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്താണ് ഇറാൻ പറയുന്നത് ഇന്ത്യ ലോകശക്തിയാകുന്നതിനെ തടുക്കുക എന്നുള്ളത് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ഉടനെ തന്നെ എന്തുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടായി നമ്മൾ ആലോചിച്ചാൽ, അല്ലെങ്കിൽ താരിഫിന്റെ വിഷയം ഉണ്ടായി എന്ന് ആലോചിച്ചാൽ, നമ്മളത് നടത്തിയൊരു വലിയ പ്രഖ്യാപനമാണ്. നമുക്ക് ലോകത്തെ ഏതൊരു ശക്തിയോടും, അത് അമേരിക്കയുടെ ആയുധങ്ങളും ചൈനയുടെ ആയുധങ്ങളും തുർക്കിയുടെ ആയുധങ്ങളും കയറുള്ള പാകിസ്ഥാനെയാണ് നമ്മൾ നിസ്സാരമായിട്ട് 3 ദിവസം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയത്. 2 ദിവസം കൂടെ യുദ്ധം മുന്നോട്ട് വന്നിരുന്നെങ്കിൽ പാകിസ്ഥാന്റെ മാപ്പ് ഇന്ന് ഈ രീതിയിൽ ഉണ്ടാകുമെന്ന് വരുന്ന സംശയമാണ്. ഇത് അമേരിക്കയും മനസ്സിലായി. അവരുടെ ഏറ്റവും വലിയ കയ്യാളും കിങ്കരനും ഗുണ്ടയും പ്രോക്സി രാജ്യമാണ് പാകിസ്ഥാൻ. അതിനെ ഇന്ത്യക്ക് വെറും 5 ദിവസം യുദ്ധം കൊണ്ട് ലോക ഭൂപടത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന അമേരിക്ക മനസ്സിലായി. അത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്, ഇന്ത്യയുടെ ശാസ്ത്രീയ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ഇന്ത്യ ഒരു ശക്തി ആവണ്ട, ഇന്ത്യ ലോകത്ത് ഉയരണ്ട എന്ന് തന്നെയാണ് അമേരിക്ക നിശ്ചയിച്ചിട്ടുള്ളൂ. ഉയർന്നില്ല. താരിഫ് യുദ്ധം അതിന്റെ തുടക്കമാണ്. പക്ഷേ ട്രംപിന് മുട്ടുമുടക്കേണ്ടി വന്നു. കാരണം അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ധരും വൈജ്ഞാനികമായിട്ടുള്ള ആൾക്കാരും സയന്റിസ്റ്റുകളും എല്ലാവരും തന്നെ പറഞ്ഞത് ഇന്ത്യയായിട്ടുള്ള ഈ താരിഫ് യുദ്ധം മണ്ടത്തരമാണ്, ഇത് അവസാനിപ്പിക്കാം. അത് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയായിട്ട് ഡീൽ ഒപ്പുവെച്ചുകൂടി ഇനി വേറെ വഴിയില്ല എന്ന് കണ്ട് ട്രംപ് അവസാനിപ്പിച്ചു. പക്ഷേ ഇനി പുതിയ തരത്തിലുള്ള യുദ്ധമുഖങ്ങൾ പ്രധാനമായിട്ട് സാമ്പത്തികം തന്നെയായിരിക്കും. താരിഫിന്റെ രൂപത്തിലായിരിക്കാം, മറ്റു രൂപത്തിലായിരിക്കും. അമേരിക്ക തുറക്കും. ഇന്ന് ചിരിച്ചുകൊണ്ട് നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഇസ്രായേൽ ഇതിൽ അമേരിക്കയുടെ പുറകിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിന്റെ രാഷ്ട്രത്തെ പ്രത്യേകിച്ച് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ മണിപ്പൂർ മേഖലയിൽ ഭീകരവാദം ഇറക്കുന്ന ഒരു സമൂഹം ഉണ്ട്. കുക്കികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലെ ആൾക്കാർ ശരിക്കും ഇന്ത്യൻ പട്ടാളത്തിനെതിരെ, ഇന്ത്യൻ സൈനികർക്കെതിരെ, മണിപ്പൂർ ഗവൺമെന്റിനെതിരെ ഒക്കെ ഭീകരവാദമായിട്ട് വരുന്നുണ്ട്. ഈ കുക്കികളിൽ കുറെ പേര് ജൂതന്മാരാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അവരെ അങ്ങോട്ട് കൊണ്ടുപോകാനിരിക്കുകയാണ് ഇസ്രായേലിലേക്ക്. അവരെങ്ങനെ ജൂതന്മാരാവും? ശാസ്ത്രീയമായിട്ട് അതിന് യാതൊരു തെളിവുമില്ല. പക്ഷെ ഇസ്രായേൽ പറയുകയാണ് ജൂതന്മാരാണ്. അവിടുത്തെ കുക്കികളും വിശ്വസിക്കേണ്ടത് ഞങ്ങൾ ജൂതന്മാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കൂറ് ഇസ്രായേലിനോടായി. അങ്ങനെ ഇന്ത്യക്കകത്ത് തന്നെ പല പല ഗ്രൂപ്പുകളെ ജൂതന്മാരെന്ന് ഐഡന്റിഫൈ ചെയ്ത് പുതിയ വ്യാജ റിസർച്ചിന്റെ ബേസിൽ പുതിയ പുതിയ ജൂതന്മാരെ സൃഷ്ടിച്ച് അത്തരം ഗ്രൂപ്പുകൾ ഇന്ത്യക്കെതിരായിട്ട് തിരിക്കുക എന്നുള്ള ഒരു പദ്ധതി കൂടി ഇസ്രായേലിന്റെ കയ്യിലുണ്ട്. ഇതാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. അതിനകത്ത് ആദ്യത്തെ സായുധ ഗ്രൂപ്പാണ് ഈ പറഞ്ഞ കുക്കികൾ. അപ്പം അങ്ങനെ വരുമ്പം അവരെ കുറെ പേരെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ തന്നെ നാളെ ജൂതന്മാർ അവരെ ഐഡന്റിഫൈ ചെയ്യുന്ന മറ്റോരോ ഗ്രൂപ്പുകളിലും ഒരു ഇസ്രായേൽ സ്വപ്നം ഉണ്ടാവും, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്തോ വലിയ സംഭവമാണ്. ഇത് ഇസ്രായേലിന് വലിയ പരസ്യം ഇവിടെ കൊടുക്കും. ആൾക്കാർ എന്നിട്ട് ജൂതന്മാർ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്, ഞങ്ങളും ജൂതന്മാരാണ് എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേകതരം മാനസികാവസ്ഥയാണ്. ഇതൊരു മനോരോഗമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതിനെ വളരെ ഭംഗിയായിട്ട് ഇസ്രായേൽ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുന്ന ഇന്ത്യ വിരുദ്ധമായ കാര്യങ്ങൾക്കാണ്. ഇന്ത്യയോട് വിരുദ്ധമൊന്നും ഒരു സമൂഹത്തെയാണ് ഇത് സൃഷ്ടിക്കുന്നത്. അവർ ഇന്ത്യക്കെതിരെ ആയുധം എടുക്കുന്നു, അതിനെ ഇസ്രായേൽ പിന്തുണയ്ക്കുന്നു. ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഇതുകൊണ്ട് തന്നെ പുറമേ ചിരിച്ചു കാണിക്കുന്ന ഇസ്രായേലിനെ നാളെ വിശ്വസിക്കാൻ പറ്റുമോ? ഇത് നമ്മൾ തീരുമാനിക്കേണ്ടി വരും. ഇസ്രായേൽ ചിരിച്ചു കാണിക്കുന്നു, അമേരിക്ക മുഖം കറുപ്പിച്ച് കാണിക്കുന്നു. അത്രമാത്രം ഇപ്പോൾ വ്യത്യാസമുള്ളൂ.
നാളെ ഒരു കാലത്ത് വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ രണ്ടു കൂട്ടരും ഒന്നായിട്ട് തന്നെ ഇന്ത്യ എതിർത്തെന്ന് വരാം, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. സംഭവം ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നുള്ള നയപ്രകാരം ഇസ്രായേലിന്റെ സുഹൃത്തായിട്ട് കൂടെ നിർത്തുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ പാർട്ണറായിട്ട് കൂടെ നിർത്തുന്നുണ്ട്. ഇസ്രായേലിന് ആവശ്യമുള്ള ആയുധങ്ങൾ വളരെ കുറഞ്ഞ നിലവിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അങ്ങോട്ട് വിടുന്നുണ്ട്. ഇസ്രായേലിന്റെ ചില ആയുധങ്ങൾ നമ്മൾ വാങ്ങുന്നുണ്ട്. എങ്കിലും നമ്മളിപ്പോൾ ഉൽപ്പാദിപ്പിച്ച് അങ്ങോട്ട് വിടുന്നു എന്നൊരു കാര്യമുണ്ട്. അത് നമുക്ക് സാമ്പത്തിക ലാഭമാണ്. ഇസ്രായേലിന് ഇപ്പോൾ നമ്മുടെ ആയുധങ്ങൾ എന്ന് വെച്ചാൽ ഇസ്രായേലി ആയുധങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത്, അങ്ങോട്ട് വിടുന്നു. അത് നമുക്ക് സാമ്പത്തികമായിട്ട് നല്ലതായതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്രായേലിനെ വെറുപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു ഘട്ടം വന്നെന്ന് വരും നാളെ. ഇതൊക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പറ്റിയ ഘട്ടങ്ങളെല്ലാം വന്നെന്ന് വരും. അതെല്ലാം നിശ്ചയിക്കുന്നത് ഡീപ് സ്റ്റേറ്റ് ആണ്. അഥവാ ഡീപ് സ്റ്റേറ്റിലെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സും റിലീജിയൻ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സും ആണ് ഇതെല്ലാം നിശ്ചയിക്കുന്നത്. ഈ രണ്ട് വലിയ ഡേഞ്ചറുകളാണ് നാളത്തെ ലോകത്തിന്റെ ഭീഷണിയായിട്ട് മുന്നിൽ നിൽക്കുന്നത്. അത് മറികടക്കണമെങ്കിൽ ഇന്ത്യയും റഷ്യയും ചൈനയും ചേരുന്ന ഒരു വലിയ രാഷ്ട്രീയ സഖ്യം അത് പിന്നീട് സൈനിക സഖ്യമായിട്ട് മാറേണ്ടി വരും. ഇതിനൊപ്പം ഗ്ലോബൽ സൗത്ത് നിൽക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിനൊക്കെ ഒരു അന്ത്യം ഉണ്ടാവുള്ളൂ.